അയ്യടാ എൻ്റെ ഒറ്റ വാശിപ്പുറത്ത് അതും അടൂര് ബൈപ്പാസ് അമ്മച്ചിക്കടയിൽ തന്നെ ഞാൻ പഴങ്കഞ്ഞി കുടിച്ചായിരുന്നു കേട്ടോ. റീസെൻ്റായിട്ട് വന്ന ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടു കാണൂല, അടൂര് ബൈപ്പാസിലെ അമ്മച്ചിക്കടയിൽ. പക്ഷെ ഞാൻ അവർ തന്നെ വേറൊരു ബ്രാൻഡാണ്, അടൂരിൽ നിന്ന് നമ്മളെ പന്തളത്തോട്ട് പോകുന്നൊരു റൂട്ടിൽ ഈ അമ്മച്ചിക്കടയുണ്ട്. അത് അവരുടെ ബ്രാൻഡ് തന്നെയാണ്. ഞാൻ അവിടെ ഏകദേശം 2 മണി ആയതുകൊണ്ട് മാത്രം ഈ കടയിലോട്ട് വന്നതാണ്. എന്തോ ദൈവഭാഗ്യം എന്ന് പറയാം. അവിടെ ഇച്ചിരി ഹൈജീനും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത്ര തിരക്കും ഇല്ലായിരുന്നു. 2 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ തീർന്നായിരുന്നു. ഞാൻ എന്നാലും എനിക്ക് പഴങ്കഞ്ഞി കിട്ടി. മറ്റേ പയർ തോരനും ഉണക്കമീനും അച്ചാർ, പപ്പടം, മുളക് ബജ്ജി, പിന്നെ സ്പെഷ്യലായിട്ട് ബീഫ് റോസ്റ്റും പിന്നെ മത്തി ഫ്രൈ ഞാൻ വാങ്ങിയത് കേട്ടോ. ഞാൻ അന്ന് കഴിച്ചപ്പോൾ ഞാൻ കഴിച്ചത് ഞാൻ കുറ്റം പറയത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, ഞാൻ ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത്. പക്ഷേ ഇപ്പം കണ്ട വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം. നമ്മൾ പൈസ മുടക്കി നമ്മൾ വിഷമാണല്ലോ വാങ്ങിച്ച് കഴിച്ചപ്പോൾ ഒരു വിഷമം അത്രേ ഉള്ളൂ. നമ്മൾ വീട്ടിലും പഴങ്കഞ്ഞി കുടിക്കാറുണ്ട്, അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും കടയിലെന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളൊരു വിശ്വാസമാണ് ആ കടയിൽ നല്ല ഫുഡ്, ആ ഫേമസ് ഫുഡ് കിട്ടുന്ന കട എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരും വിശന്നാണ് നിങ്ങളുടെ കടകളിൽ പോകുന്നത്. എല്ലാ പഴങ്കഞ്ഞി കടകളും മോശമെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ഹൈജീനായിട്ട് തിരുവനന്തപുരത്തിലൊക്കെ നല്ല ഹൈജീനുള്ള പഴങ്കഞ്ഞി കടകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കടയിൽ ഇങ്ങനെ ഹൈജീൻ കുറവ് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം, എൻ്റെ കൈ വന്ന് ഈച്ചയൊക്കെ പറന്നു പോകുന്നു. കാരണം ഹോട്ടലാണ്, ഈച്ച സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെയുള്ള ഫുഡൊന്നും കടയിൽ വന്ന് വാങ്ങിച്ച് കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് കേട്ടില്ല. ഓക്കെ, പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, നല്ലൊരു കഞ്ഞി തന്നെയായിരുന്നു.